എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 14-ാമത്തെ സർഗത്തിൽ 39 മുതൽ 45 വരെയുള്ള ശ്ലോകങ്ങളാണ് പഠിക്കാൻ പോണത്. കഴിഞ്ഞ ദിവസം പറഞ്ഞ വിഷയങ്ങളൊക്കെ തീർന്നു. അതായത് യാഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നടപടികളൊക്കെ ചെയ്തു തീർന്നു. അശ്വമേധയാഗം ചെയ്തു. എന്നിട്ട് ബാക്കി എന്തൊക്കെ കൂടി കൂട്ടിച്ചേർത്ത് അതിനെ ഏറ്റവും പ്രയോജനപ്രദമാക്കി, ഏറ്റവും ഫലവത്താക്കി എന്നുള്ളതാണ് പറയണത്. നമുക്ക് ആദ്യം 39-ാമത്തെ ശ്ലോകം നോക്കാം. പ്ലക്ഷശാഖാസു യജ്ഞാനാമന്യേഷാം ക്രിയതേ ഹവി അശ്വമേധസ്യ യജ്ഞസ്യ വൈദസോ ഭാഗയിഷ്യതേ. ഓരോ യാഗങ്ങൾക്ക് ഓരോരോ വൃക്ഷങ്ങൾ, അതിൻ്റെ ശാഖകൾ, കൊമ്പുകൾ അല്ലെങ്കിൽ അതിൻ്റെ ഇലകളൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതാണ് ഇവിടെ പറയണത്. പ്ലക്ഷവൃക്ഷം എന്ന് പറഞ്ഞാൽ അത്തിമരം എന്നാണ് വ്യാഖ്യാനത്തിൽ കാണുന്നത്. അത്തിമരത്തിൻ്റെ ഇലകൾ കൊണ്ടും ചില്ലകൾ കൊണ്ടും ഒക്കെ ഉള്ളതായ, അതൊക്കെ ഹോമിച്ചുകൊണ്ട് അതൊക്കെ ഉപയോഗിച്ചു കൊണ്ടുള്ളതായ കർമ്മങ്ങളാണ്, ക്രിയകളാണ് മറ്റ് യാഗങ്ങൾക്കൊക്കെ ഉള്ളത്. അതാണ് അന്യേഷാം യജ്ഞാനാം. മറ്റു യജ്ഞങ്ങൾക്കൊക്കെ, അതായത് ഈ അശ്വമേധയാഗം അല്ലാത്ത മറ്റ് യജ്ഞങ്ങൾക്കൊക്കെ പ്ലക്ഷശാഖാസു ഹവി ക്രിയതേ. പ്ലക്ഷശാഖകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഹവിസ് അർപ്പിക്കുകയൊക്കെ ചെയ്യാറുള്ളത്. അതായത് അത്തിമരത്തിൻ്റെ ചില്ലകളും ശാഖകളും അതുകൊണ്ടുണ്ടാക്കിയതായ ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് മറ്റ് യാഗങ്ങളൊക്കെ ചെയ്യാറുള്ളത്. എന്നാൽ അശ്വമേധയാഗത്തിലോ അശ്വമേധസ്യ യജ്ഞസ്യ വൈദസോ ഭാഗയിഷ്യതേ. അശ്വമേധയാഗത്തിൻ്റെ ഭാഗമാകുന്നത് അത്തിമരമല്ല, അത്തിവൃക്ഷമല്ല, പകരം വേദസ്സാണ്. വൈദസ് എന്ന് പറഞ്ഞാൽ ആറ്റുവഞ്ഞി. അത് വലിയൊരു മരമൊന്നുമല്ല, അങ്ങനെ വള്ളി പോലെ പടരണ, അത് ഈ പുഴകളുടെയൊക്കെ വക്കത്ത് വളരുന്നതായിട്ടുള്ളൊരു ചെടിയാണ്. അതിൻ്റെ കൊമ്പുകളോ ഇലകളോ ഒക്കെ എടുത്തുകൊണ്ടാണ് അശ്വമേധയാഗം ചെയ്യേണ്ടത്. അപ്പോൾ അതൊക്കെ അത്രയും തീർച്ചയുണ്ട്. ഏതൊക്കെ തരം യാഗങ്ങൾ അതിനെന്തെല്ലാം ഉപയോഗിക്കുന്നുണ്ട് ഉപകരണങ്ങളായിട്ടും മറ്റാവശ്യങ്ങൾക്കുമൊക്കെ. ഈ അശ്വമേധയാഗത്തിന് എന്തൊക്കെ ഉപകരണങ്ങളാണ്, എന്തുകൊണ്ടുണ്ടാക്കിയതാണെന്നൊക്കെ കൃത്യമായിട്ടുള്ള രൂപരേഖകളുണ്ട്. അതിനനുസരിച്ചാണ് കവി ഇവിടെ പറയണത്. അങ്ങനെയെല്ലാം വേണ്ടതുപോലെ അശ്വമേധയാഗം ഒക്കെ വളരെ കൃത്യമായിട്ടുള്ള നിയമങ്ങൾക്കനുസരിച്ച്, ശാസ്ത്രത്തിനനുസരിച്ച് ചെയ്തു തീർത്തു എന്നാണ് ഇവിടെ പറയണത്. ഇനി അതിന് എടുക്കുന്നതായ ദിവസങ്ങളുടെ കണക്കാണ് 40-ാമത്തെ ശ്ലോകത്തിൽ. ത്രയഹോശ്വമേധസംഖ്യാത കൽപ്പസൂത്രേണ ബ്രാഹ്മണൈ ചതുഷ്ടോമഹസ്തസ്യ പ്രഥമം പരികൽപ്പിതം. അതുപോലെ അടുത്ത ശ്ലോകത്തിൽ 41-ാമത്തെ ശ്ലോകം കൂടി കൂട്ടി പറയാൻ എളുപ്പമുണ്ട്. അതായത് വിഷയങ്ങൾ ഈ ഒരു 3 ദിവസങ്ങളെ കൊണ്ട് എന്തെല്ലാം ചെയ്തു തീർക്കണം എന്നുള്ളത് പറയുകയാണ്. 41-ാമത്തെ ശ്ലോകം കൂടി പറയാം. ഉക്ഥ്യം ദ്വിതീയം സംഖ്യാതമധിരാത്രം തഥോത്തരം കാരിതാസ്തത്ര ബഹവോ വിഹിതാ ശാസ്ത്രദർശനാത്. ഇവിടെ പറയാണ്, കൽപ്പസൂത്രേണ ബ്രാഹ്മണൈഹീച്ച. കൽപ്പസൂത്രങ്ങളിലും ബ്രാഹ്മണങ്ങളിലുമൊക്കെ പറഞ്ഞു വച്ചിരിക്കുന്നത് അശ്വമേധ സംഖ്യാത ത്രയഃ. അശ്വമേധത്തിന് എടുക്കുന്ന ദിവസങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 3 3 ദിവസങ്ങളെ കൊണ്ട് അശ്വമേധത്തിൽ പറഞ്ഞിരിക്കുന്നതായ കർമ്മങ്ങളൊക്കെ ചെയ്തു തീർക്കണം എന്നർത്ഥം. അതിലെ ആദ്യത്തെ സവനത്തിന്, ആദ്യത്തെ കർമ്മത്തിന് പറയുന്ന പേരാണ് ചതുഷ്ടോമം എന്ന്. മറ്റ് ചില വ്യാഖ്യാനങ്ങളിൽ അത് അഗ്നിഷ്ടോമം എന്നും കാണാനുണ്ട്. അപ്പോൾ ആദ്യത്തെ സവനം, ആദ്യത്തേത് ചതുഷ്ടോമം അഥവാ അഗ്നിഷ്ടോമം. അതാണ് ചതുഷ്ടോമഹസ്തസ്യ പ്രഥമം പരികൽപ്പിതം. ഒന്നാമത്തെ ഈ 3 ദിവസം നീണ്ടു നിൽക്കുന്നതായ യാഗകർമ്മങ്ങളിൽ, അശ്വമേധയാഗത്തിൽ ആദ്യത്തെ ദിവസത്തെ ഹവനത്തിന് അല്ലെങ്കിൽ ആദ്യത്തെ ദിവസത്തെ കർമ്മങ്ങൾക്ക് പേരിട്ടിരിക്കുന്നത് ചതുഷ്ടോമം അഥവാ അഗ്നിഷ്ടോമം എന്നാണ്. ഇനി ഉക്ഥ്യം ദ്വിതീയം സംഖ്യാതം അതിരാത്രം തഥോത്തരം. 2-ാമത്തെ ദിവസം ചെയ്ത് തീർക്കേണ്ടതായിട്ടുള്ള ഹവിസ് അർപ്പണങ്ങൾ, ഹവനങ്ങൾ, അതിന് പറയുന്ന പേരാണ് ഉക്ഥ്യം എന്നുള്ളത്. ഇനി 3-ാമത്തെ ദിവസത്തേതാണ് അതിരാത്രം തഥോത്തരം. 3-ാമത്തെ ദിവസം ചെയ്തു തീർക്കുന്നതായ കർമ്മങ്ങളെ, ആ കർമ്മങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന പേരാണ് അതിരാത്രം എന്ന്. അതാണ് ഉക്ഥ്യം ദ്വിതീയം സംഖ്യാതം അതിരാത്രം തഥോത്തരം കാരിതാസ്തത്ര ബഹവോ വിഹിതാ ശാസ്ത്രദർശനാത്. ഇത് വെറുതെ അങ്ങോട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നതൊന്നുമല്ല. ധാരാളം ക്രിയകൾ, ധാരാളം കർമ്മങ്ങൾ ചെയ്യാനുണ്ട്. ബഹവോ വിഹിതാഹ, പലതരത്തിലുള്ള പ്രവൃത്തികൾ, കർമ്മങ്ങൾ അതിൽ പറഞ്ഞു വച്ചിട്ടുണ്ട്.
ഏത് പ്രകാരം? ശാസ്ത്രദർശനാത്, ശാസ്ത്രത്തെ ആധാരമാക്കിക്കൊണ്ട്, ശാസ്ത്രങ്ങൾ എന്നുള്ളത് കൊണ്ട് ഏതാണോ ആധികാരികമായിട്ടുള്ള ഗ്രന്ഥം അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട്, അത് ബ്രാഹ്മണങ്ങളാവാം, കൽപ്പസൂത്രങ്ങളാവാം, അങ്ങനെയുള്ളതൊക്കെ അതിൽ പെടും. അതിനെ ആധാരമാക്കിക്കൊണ്ട് ഇങ്ങനെ മൂന്നാക്കിയിട്ട് 3 ദിവസത്തെ കർമ്മങ്ങൾക്ക് 3 പേരും കൊടുത്തിട്ടുണ്ട് എന്നാണ് ഇവിടെ. വളരെ വിസ്തരിച്ച് വളരെ സൂക്ഷ്മമായിട്ടുള്ള ഒരു പഠനമാണ് കേട്ടോ അത്. അശ്വമേധയാഗത്തിനെ ഓരോ ദിവസത്തെ കാര്യങ്ങൾ ഓരോരോ ഘട്ടങ്ങളിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ വിസ്തരിച്ച് വാൽമീകി മഹർഷി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അടുത്തതായിട്ട് 42ാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം. 42-ൽ ഈ പറഞ്ഞത് കൂടാതെ മറ്റു ചില കർമ്മങ്ങളും കൂടി ചെയ്യണുണ്ട് എന്നാണ് പറയണത്. ജ്യോതിഷ്ടോ മായുഷീ ചൈവമതിരാത്രവും വിനിർമ്മിതവും അഭിജിത് വിശ്വജിത് ചൈവമാപ്തര്യാമവും മഹാക്രതു. ഈ അതിരാത്രത്തിൻ്റെയൊക്കെ ഒപ്പം തന്നെ മറ്റു ചില കർമ്മങ്ങളും കൂടി ചെയ്യാനുണ്ട്. അതാണ് ജ്യോതിഷ്ടോമ ആയുഷി, ജ്യോതിഷ്ടോമവും ആയുഷ്ടോമവും അതുപോലെ തന്നെ അതിരാത്രവും. അത് ദ്വിവചനത്തിലാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് 2 അതിരാത്രങ്ങളും അതിൻ്റെ കൂടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആദ്യം പറഞ്ഞു അഗ്നിഷ്ടോമം, ഉക്ഥ്യം എന്നിവ ചെയ്തിട്ടാണ് അതിരാത്രം ചെയ്യേണ്ടതെന്ന്. അതോടൊപ്പം ജ്യോതിഷ്ടോമവും പിന്നെ ആയുഷ്ടോമവും ചെയ്യണം, പിന്നെ 2 അതിരാത്രം ചെയ്യണം, അഭിജിത്ത് വിശ്വജിത്ത് എന്നതായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യണം. ഇതോടൊപ്പം ആപ്തോര്യാമം എന്നു പേരുള്ളതായ മറ്റൊരു കർമ്മം കൂടി 2 തവണ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതാണ് അപ്തോര്യാമം എന്നും പറയുന്നുണ്ട്, ആപ്തോര്യാമം എന്ന് 2 തരത്തിൽ കാണാനുണ്ട്. ഇതൊക്കെ യാഗത്തിലെ വളരെ സാങ്കേതികമായിട്ടുള്ള പദങ്ങളാണ്. ഇന്ന് ധാരാളമായിട്ടൊന്നും ഉപയോഗിച്ച് കേൾക്കാനില്ല. യാഗം ചെയ്യണവർക്ക്, യാഗവുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് കുറച്ചും കൂടിയൊക്കെ കേട്ട് പരിചയമുള്ളതായ പ്രയോഗിച്ച് കേട്ടിട്ടുള്ളതായിട്ടുള്ള പദങ്ങളായിരിക്കാം. അങ്ങനെ ഓരോ ഘട്ടങ്ങളിലും വളരെ വിശേഷപ്പെട്ടതായ പല പല കർമ്മങ്ങളും ചെയ്തു തീർക്കേണ്ടതാണ് ഈ അശ്വമേധം എന്നു പേരുള്ളതായ മഹാക്രതു, വളരെ വലിയ യാഗം. അത് ഒക്കെ ചെയ്തു കഴിഞ്ഞതിന് ശേഷം എന്താ ചെയ്തത്? രാജാവിന് വളരെയധികം സന്തോഷമായി. വളരെ ഭംഗിയായിട്ട് യാഗമൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ രാജാവ് എന്ത് ചെയ്തു എന്നാണ് 43ാമത്തെ ശ്ലോകത്തിൽ പറയണത്. പ്രാചീം ഹോത്രേ ദദൗ രാജാദിശം സ്വകുലവർദ്ധന അധ്വർയവേ പ്രതീചീം തു ബ്രഹ്മണേ ദക്ഷിണാം ദിശം. അടുത്ത ശ്ലോകം കൂടി നോക്കാം. ഉദ്ഗാത്രേ തു തഥോദീചീം ദക്ഷിണൈഷാ വിനിർമ്മിത അശ്വമേധേ മഹായജ്ഞേ സ്വയംഭൂവിഹിതേ പുരാ. പണ്ട് സ്വയംഭൂവായിട്ടുള്ള ബ്രഹ്മാവ് പറഞ്ഞു വച്ചിരിക്കുന്ന പ്രകാരം നല്ല ഭംഗിയായിട്ട് യാഗങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ദക്ഷിണ നൽകണം. എന്തൊക്കെ ദക്ഷിണയാണ് കൊടുത്തതെന്നാണ് പറയണത്. പ്രാചീം ഹോത്രേ ദദൗ രാജ ദിശം സ്വകുലവർദ്ധന. സ്വകുലവർദ്ധന രാജ, തൻ്റെ കുലം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് യാഗം ചെയ്യിച്ചവനായിട്ടുള്ള രാജാവ് ദശരഥൻ ഹോതാവിനായിട്ട്, ഹോതാവ് എന്ന് പറഞ്ഞാൽ ഒരു ഋത്വിക്കാണ്, ഋഗ്വേദവുമായിട്ട് ബന്ധപ്പെട്ട ഋത്വിക്കിൻ്റെ പേരാണ് ഹോതാവ് എന്ന്. ആ ഋത്വിക്കിനായിട്ട് പ്രാചീം ദിശം ദദൗ, രാജ്യത്തിൻ്റെ കിഴക്ക് ഭാഗം ദാനം ചെയ്തു. അതായത് രാജ്യത്തിൻ്റെ ചില ഭാഗങ്ങൾ ഭൂമി തന്നെയാണ് കൊടുക്കുന്നത്. വസ്ത്രവും അന്നവും സമ്പത്തും സ്വർണമൊന്നും അല്ല ഇവിടെ കൊടുക്കുന്നത്, ഭൂമി തന്നെയാണ്. അങ്ങനെ കിഴക്കു ഭാഗത്തെ കുറച്ച് ഭൂമി, കുറച്ചെന്ന് വെച്ചാൽ നിസ്സാരമൊന്നും ആയിരിക്കില്ല, നല്ലൊരളവ് ഭൂമി ഹോതാവിന് ദാനം ചെയ്തു. അടുത്തതായിട്ട് അധ്വർയുവിന് എന്താ കൊടുത്തത്? അധ്വർയവേ പ്രതീചീം തു, അധ്വർയുവിന് പടിഞ്ഞാറുള്ള കുറേ ഭൂമിയാണ് കൊടുത്തത്. രാജ്യത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഭൂമി അധ്വർയുവിന്, യജുർവേദ ഋത്വിക്കിന് കൊടുത്തു. ബ്രഹ്മണേ ദക്ഷിണാം ദിശം, ബ്രഹ്മന് ആയിട്ട്, അതായത് അഥർവവേദി ആയിട്ടുള്ള ഋത്വിക്കാണ് ബ്രഹ്മൻ, അദ്ദേഹത്തിന് തെക്ക് ദിക്കിലുള്ള ഭൂമി കൊടുക്കുകയും ചെയ്തു. ഇനി ഒരാളാണ് ബാക്കിയുള്ളത്, സാമവേദിയായിട്ടുള്ള ഋത്വിക്ക്. അതാണ് ഉദ്ഗാത്രേതു തഥോദീചീം ദക്ഷിണൈഷാ വിനിർമ്മിത. ഉദ്ഗാതാവിനായിട്ട് രാജ്യത്തിൻ്റെ വടക്കു ഭാഗത്തുള്ള കുറേ ഭാഗങ്ങൾ ഭൂമി പതിച്ചു കൊടുത്തു, ദാനം ചെയ്തു. ഇങ്ങനെ ഏഷാ ദക്ഷിണ വിനിർമ്മിത, ഇപ്രകാരം ദക്ഷിണ നൽകുകയും ചെയ്തു. ഋത്വിക്കുകൾക്ക് വളരെ ഭംഗിയായിട്ട് ചെയ്തതിനുള്ള ദക്ഷിണ കൊടുക്കുകയാണ് ചെയ്തത്. അത് ആരാണ് അങ്ങനെ പറഞ്ഞു വച്ചിരിക്കുന്നത്? അശ്വമേധേ മഹായജ്ഞേ സ്വയംഭൂവിഹിതേ പുരാ. സ്വയംഭൂവിഹിതേ പുരാ, പണ്ട് സ്വയംഭൂവിനാൽ വിഹിതമായിട്ടുള്ള, സ്വയംഭൂ ബ്രഹ്മാവിനാൽ ചെയ്തു തീർത്തതായ
അശ്വമേധം എന്ന് പറഞ്ഞ മഹായാഗത്തിൽ ഇപ്രകാരമൊക്കെയാണ് ദക്ഷിണ നൽകിയതായിട്ട് കാണുന്നത് എന്നുള്ളത് കൊണ്ട് ദശരഥനും ഒട്ടും കുറവ് വരുത്തിയില്ല. രാജ്യത്തിൻ്റെ 4 ദിക്കുകളിൽ നിന്നും ഭൂമി ഋത്വിക്കുകൾക്കായിട്ട് നൽകിയെന്നർത്ഥം. എന്നിട്ട് അടുത്തൊരു ശ്ലോകത്തിൽ പറയാണ്, ക്രതും സമാപ്യതു തദാ ന്യായതഃ പുരുഷർഷഭ ഋത്വിഗ്ഭ്യോ ഹി ദദൗ രാജാധരാം താം കുലവർദ്ധന. ഇതിൽ 45-ാമത്തെ ശ്ലോകമാണ്, കൂടുതലായിട്ടൊന്നും പറയണില്ല. അങ്ങനെ ക്രതും സമാപ്യ, ന്യായത ക്രതും സമാപ്യ, വേണ്ട വിധത്തിൽ കൃത്യമായിട്ടുള്ള വിധിപ്രകാരം യാഗമൊക്കെ അവസാനിപ്പിച്ചിട്ട് ആ പുരുഷശ്രേഷ്ഠനായിട്ടുള്ള ദശരഥ മഹാരാജാവ് കുലവർദ്ധനനാണ്. തൻ്റെ വംശം വർദ്ധിപ്പിക്കാൻ, കുട്ടികളുണ്ടാവാൻ വേണ്ടിയിട്ടാണല്ലോ പുത്രകാമേഷ്ടിയൊക്കെ ചെയ്തത്. അതിൻ്റെ പേര് കൃത്യമായിട്ട് പറഞ്ഞില്ലെങ്കിലും ഇതിൻ്റെ കൂട്ടത്തിൽ അതൊക്കെ വന്നിട്ടുണ്ട്. ആ യാഗമൊക്കെ ചെയ്തു തീർത്തതിൻ്റെ സന്തോഷത്തിൽ ഋത്വിക്കുകൾക്കായിക്കൊണ്ട് ധരാം ദദൗ, തൻ്റെ രാജ്യത്തെ കുറേ ഭൂമി നൽകുകയും ഉണ്ടായി എന്നർത്ഥം. ഇങ്ങനെ ഈ ഒരു സന്ദർഭത്തെ ഇവിടെ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സന്തോഷം തീർന്നില്ല. അതൊക്കെ അടുത്ത ദിവസത്തിൽ നോക്കാം. ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. പ്ലക്ഷശാഖാസു യജ്ഞാനാമന്യേഷാം ക്രിയതേ ഹവി അശ്വമേധസ്യ യജ്ഞസ്യ വൈദസോ ഭാഗയിഷ്യതേ ത്രയോശ്വമേധസംഖ്യാതഃ കൽപ്പസൂത്രേണ ബ്രാഹ്മണൈഃ ചതുഷ്ടോമമഹസ്തസ്യ പ്രഥമം പരികൽപ്പിതം ഉക്ഥ്യം ദ്വിതീയം സംഖ്യാതമതിരാത്രം തഥോത്തരം കാരിതാസ്തത്ര ബഹവോ വിഹിതാഃ ശാസ്ത്രദർശനാത് ജ്യോതിഷ്ടോമായുഷീ ചൈവമതിരാത്രൗ വിനിർമ്മിതൗ അഭിജിത് വിശ്വജിത് ചൈവമാപ്തര്യാമൗ മഹാക്രതു പ്രാചീം ഹോത്രേ ദദൗ രാജാദിശം സ്വകുലവർദ്ധന അധ്വർയവേ പ്രതീചീം തു ബ്രഹ്മണേ ദക്ഷിണാം ദിശം ഉദ്ഗാത്രേ തു തഥോദീചീം ദക്ഷിണൈഷാ വിനിർമ്മിത അശ്വമേധേ മഹായജ്ഞേ സ്വയം ഭൂവിഹിതേ പുരാ ക്രതും സമാപ്യതു തദാ ന്യായതഃ പുരുഷർഷഭ ഋത്വിഗ്ഭ്യോ ഹി ദദൗ രാജാ ധരാം താം കുലവർദ്ധന. അങ്ങനെ യാഗമൊക്കെ കഴിഞ്ഞിട്ട് ഭംഗിയായിട്ട് ഋത്വിക്കുകൾക്കൊക്കെ ദാനം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ശ്ലോകങ്ങൾ അവസാനിപ്പിക്കുകയാണ്. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.